വീട് എവിടെ വരുന്നത് ശരിക്കും? വീടിന്റെ ഫ്രണ്ടല്ലേ ഉള്ളത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ്. നമ്മുടെ ബഡായ് ബംഗ്ലാവിലൂടെ മലയാളികളുടെ മനസ്സിൽ എന്ന് ഇടം പിടിച്ച നമ്മുടെ രമേശ് പിഷാരടി ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ആ ചെറിയ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇന്ന് ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ്. പിഷാരടിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലം, എപ്പോഴും വരുന്നൊരു അമ്പലമാണ്. ആളെപ്പോഴും ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അമ്പലത്തിൽ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ കാഴ്ചയും നമുക്ക് കാണാം ഇതിൻ്റെ കൂടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് കുത്തി പൊടിച്ചു കേട്ടോ, എന്നാലേ വീഡിയോ നമുക്ക് എല്ലാവരും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഉള്ളത് കണ്ണൂർ ചെറുന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറുന്ന് അമ്പലത്തിൻ്റെ അടുത്തായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് വീട് എന്ന് പറഞ്ഞത്. നമുക്ക് ഇവിടുന്ന് ആരോടും ചോദിച്ചു നോക്കാം. ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ യാത്ര തുടരാം. ഓക്കെ, വീട് ഇവർ പറഞ്ഞു തരും. നമുക്ക് വഴി അറിയില്ല. നമുക്ക് ചോദിക്കും. കുറച്ച് കുട്ടികളുണ്ട്. എവിടെയാ മനുഷ്യരുടെ അറിയില്ലേ അല്ലേ? അറിയില്ലേ? എവിടെയാ വീട്? എവിടെ വരുന്നത് ശരിക്കും? എവിടാ? ഇവിടെ നേരത്തെ തന്നെയാ? ഏതാ? ആ, ഇവിടെ നേരത്തെ തന്നെ പോയാൽ മതി അല്ലേ? ആ, നേരത്തെ തന്നെ പോയിട്ട് എവിടെ? ഇന്റർലോക്ക് റോഡ് അല്ലേ? അതിന്റെ നേരെ പോയി കഴിഞ്ഞാൽ വീടിനകത്തല്ലേ? അറിയില്ല, ആളില്ല അല്ലേ? ആ, അങ്ങനെ ആദ്യം അറിയുന്നില്ല കുട്ടികൾ. ആ, എവിടെ വീട്? വീട് ഇവിടെ തന്നെയാ? അതിന്റെ ബാഗിൽ തന്നെ അല്ലേ? ആ, അങ്ങനെ ആള് ഇവിടത്തേക്ക് വരത്തില്ല അല്ലേ? വരാറില്ലേ? അമ്പലത്തിലെല്ലാം വരാറില്ലേ? വീട്ടിലേക്ക് അമ്മ ഉണ്ടാവും, വീട്ടിലുണ്ടാവില്ല? അമ്മ ഉണ്ടാവും അല്ലേ? ഓ, അങ്ങനെ. ഓക്കെ. എന്നാ പിന്നെ നമ്മളൊന്ന് അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളൊരു സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് ഒന്ന് പറഞ്ഞു. ಕನ್ನಡ ಮಲಯಾಳಂ ಗೊತ್ತಿಲ್ಲ ನನಗೆ. ಮಲಯಾಳಂ ಗೊತ್ತು. ನಾನು ಇವರು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿದ್ದೀನಿ. KL13. ನಾನು ಇವರ ಸಬ್ಸ್ಕ್ರೈಬರ್. ಕರ್ನಾಟಕದಿಂದ ಬಂದ. ಕರ್ನಾಟಕ. ഇവിടെ എങ്ങനെയാ? ഇവിടെ അമ്പലത്തിൽ വന്നത്. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, എന്നാ പേര്? മൻവീർ. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ കാണാം. ഓക്കെ, അമ്പലത്തിന് അടുത്തായിട്ടാണ് രമേശ് പിഷാരടിയുടെ വീട്. അപ്പോൾ നമുക്ക് അമ്പലത്തിലെ കാഴ്ചകൾ കാണാം. പിന്നെ എപ്പോഴും നാട്ടിലെപ്പോഴും വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ അമ്പലത്തിലാണ് ആൾ വരാറ്. ഇതിൻ്റെ ആൽത്തറയിൽ ഇരുന്നുകൊണ്ടും പിന്നെ ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപഴകിയും ഉള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇന്ന് അമ്പലത്തിൽ വലിയ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂർ ചെറുകുന്ന് അമ്പലം. രമേശ് പിഷാരടിയേട്ടൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു അമ്പലത്തിലാണ് വരാറുള്ളത്. എപ്പോഴും ഈ അമ്പലത്തിന് ആൽത്തറയിൽ വന്നിരിക്കും. ഇവിടെ വന്നിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകാറുള്ളൂ. അമ്പലവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരാളാണ് നമ്മുടെ രമേശ് പിഷാരടിയേട്ടൻ. ഇന്ന് അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അമ്പലത്തിൽ ചെറിയൊരു കാഴ്ച കണ്ടു. അപ്പോൾ നമുക്ക് ഇനി രമേശ് പിഷാരടിയുടെ വീട്ടിലേക്ക് പോവാം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ നമ്മൾ കുട്ടികൾ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് രമേശ് പിഷാരടിയുടെ വീട് ആ വീടാണ് പറഞ്ഞതനുസരിച്ച് നമുക്കൊന്ന് ആ വീട്ടിലൊന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് കൺഫേം ആക്കണമല്ലോ, ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോവാം. ഇവിടെ ആരും കാണുന്നില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ രമേശ് പിഷാരടിയുടെ വീടിൻ്റെ ഫ്രണ്ടല്ലേ ഉള്ളത്. നമുക്കൊന്ന് ഇവിടെ ഏട്ടുണ്ട്, നമുക്ക് ഏട്ടൻ ചോദിച്ചു നോക്കാം. രമേശ് പിഷാരടിയുടെ വീടല്ലേ? ആദ്യം ഒന്നും ഇല്ലല്ലോ? ആദ്യം കുറച്ച് കാലം പഴയ വീടായിരുന്നു. പഴയ വീടാ? ഇത് ഏട്ടനെ അറിയിച്ചോ തിരികെ? രമേശ് പിഷാരടിയുടെ മോൻ. അമ്മേന്റെ അനിയന്റെ മകൻ അച്ഛൻ്റെ ഏട്ടൻ്റെ മകൻ. ഞാൻ ഇവിടെ അമ്പലത്തിന്റെ ഇതെല്ലാം കണ്ടു. ഇവിടെ വരുമ്പോൾ ചെറുന്ന അമ്പലത്തിലും വരാറുണ്ടല്ലോ. എന്തായാലും ഇങ്ങനെ ആ ഫോട്ടോ എല്ലാം കണ്ട് അമ്പലത്തിന് ആലിന്റെ മുകളിലെല്ലാം ഇരിക്കുന്നല്ലോ. ഇതുപോലെ ഒരു ഫോട്ടോ കണ്ട് അങ്ങനെയാണ് ഇങ്ങനെ തേടി വന്നതാണ്.
തിരക്കുള്ള ആൾക്കാരല്ല അല്ലേ നമ്മള് അറിയപ്പെടുന്ന വേറെ പേരിലല്ലേ കണ്ണെന്നല്ല അല്ല ഇവിടെ കണ്ണൂർ കണ്ണൻ അറിയപ്പെടുന്നല്ലേ എല്ലാരും വിളിക്കുന്നത് തറവാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ അറിയപ്പെടുന്നത് കണ്ണെന്ന് അറിയപ്പെടുന്നത് രമേഷ് പിഷാരടി പിന്നെയാണ് വന്നതിന് ശേഷം ഓമനപ്പേര് നമ്മളെ കണ്ണൂർ അങ്ങനെയാണ് ഓമനപ്പേര് നമുക്ക് ഒരാൾക്ക് ഓരോ അങ്ങനെ ഓമനപ്പേര് ഉണ്ടാവും രമേഷ് പിഷാരടിന്റെ ഇതാണ് ഇതിന്റെ അമ്മയത്ത് കിടക്കുന്നു രമേഷ് പിഷാരടിന്റെ വല്യമ്മ ഇവരെ ഭർത്താവിന്റെ ഏട്ടന്റെ മകനാണ് അതായത് ഇപ്പൊ ഇവൻ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് എൻ്റെ ചെറിയ ചുറ്റും തറവാട് ഇതാണ് അച്ഛൻ്റെ വീട് അമ്മേൻ്റെ വീട് കൂടിയല്ല അവൻ്റെ അമ്മേൻ്റെ വീട് കൂടിയല്ല അമ്മേൻ്റെ കൂടെ കൂടിയല്ല അച്ഛൻ്റെ കൂടെ പക്ഷെ അത് എല്ലാവർക്കും അറിയുന്നില്ല അറിയില്ല പക്ഷെ ചെറുപ്പമ്പലത്തിൻ്റെ ഞാൻ ജനിച്ചു വളർന്ന നാട് വീട് അന്ന് പോസ്റ്റ് ഇട്ടിരുന്നു അതുവഴി എനിക്ക് അങ്ങനെ കിട്ടി എനിക്ക് അച്ഛൻ്റെ പേരെന്തായിരുന്നു അച്ഛൻ്റെ ബാലകൃഷ്ണൻ അമ്മേൻ്റെ അമ്മ ഇപ്പം ശരിക്കും ഇവിടെ ഇപ്പോൾ ഇല്ല അമ്മ ഇവിടെ ഇല്ല അമ്മേൻ്റെ പേര് അമ്മ അച്ഛൻ്റെ ചേച്ചി അച്ഛൻ്റെ ചേച്ചി ഇപ്പോൾ വല്യമ്മ അച്ഛൻ്റെ ചേച്ചിന് വല്യമ്മ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. രമേഷ് പിഷാരടി ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ വീടും പരിസരമൊക്കെ കണ്ടു. ആള് അവിടെ ഇല്ല, ആള് ഇപ്പോൾ എറണാകുളത്താണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൂടെ കുത്തി പൊടിച്ചേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാത്തിരിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.